നമ്മളുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ റജബ് സാറിൻ്റെ വീട്ടിലാണുള്ളത്. സാറിൻ്റെ വീട് റിനോവേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാർ പോർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെൻസൈൽ റൂഫിങ്ങിൽ വളരെ ഭംഗിയായിട്ടാണ് കാർ പോർച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 2 കാറ് നിർത്താനുള്ള ഏരിയ വേണം എന്നായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മളൊരു ഗൾഫ് ടച്ചിൽ ഒരു ജാളി ഡിസൈനിങ് ആണ്. 2 പില്ലറിൽ ഒരു ജാളി ഡിസൈനിങ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പാറ്റേണിനോട് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ വളരെ ഭംഗിയായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ലുക്ക് ഈ വീടിൻ്റെ ലുക്കിനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വീട് ടോട്ടലി റിനോവേറ്റ് ചെയ്തതാണ്. വളരെ ഭംഗിയായിട്ടുള്ളൊരു വീടാക്കി മാറ്റിയ സമയത്ത് നമ്മുടെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീടിൻ്റെ ഒരു ഭംഗിയോട് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ ആ വീട് നമ്മൾ ടോട്ടലി ഒരു ലുക്ക് വൈസിൽ ബെറ്റർ ആക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ കാർ പോർച്ചും ആ ഒരു ലുക്കിനോട് യോജിക്കുന്ന രൂപത്തിൽ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ ലോങ് ലാസ്റ്റിങ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കണം. നമ്മുടെ വാഹനങ്ങൾ വെള്ളമോ അതുപോലെ തന്നെ വെയിലോ ഒന്നും തട്ടാതെ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിർത്താൻ കഴിയണം. ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ ആയിരുന്നു കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ പാറ്റേൺസും അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കണ്ടാൽ അറിയാം. നമ്മൾ ടാറ്റയുടെ മെറ്റീരിയൽ, ടാറ്റയുടെ MS ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ മെറ്റീരിയൽസും ടാറ്റ ബ്രാൻഡിൻ്റെത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ ഇട്ടിട്ടുള്ള ഫാബ്രിക് ആണെങ്കിൽ ബെൽജിയം മെയ്ഡാണ്, യൂറോപ്പ് മെയ്ഡ് ഫാബ്രിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ചളിയോ പൊടിയോ ഒന്നും അടിയിലേക്ക് കാണില്ല. നമ്മൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ നമുക്കറിയാം. അപ്പോൾ മഞ്ഞ് അതുപോലെ തന്നെ പൊടി, ഈ 2 സംഭവം മിക്സ് ആണോടുകൂടി മുകൾ ഭാഗത്ത് പൊടിയും ചളിയും ആകുന്ന സമയങ്ങളിൽ പോലും അടിയിലേക്ക് അതൊരിക്കലും നിഴലിച്ച് കാണില്ല എന്നാണ്. അതുപോലെ വല്ല കാക്ക രൂപത്തിലുള്ള സംഭവങ്ങളോ പക്ഷികളോ ഒക്കെ എന്തെങ്കിലും കാഷ്ടിച്ചാലോ ഒന്നും അടിയിലേക്ക് തെളിഞ്ഞ് കാണില്ല. വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പോഴും നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.